ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാണ്, അല്ലെങ്കിൽ ആരും ആരുടെയും ഡ്രസ്സ് എടുക്കണ്ട, നമുക്ക് പുറത്തുനിന്നും പുതിയത് വാങ്ങാം എന്ന്. വാ അച്ഛാ, നമുക്ക് പോവാം എന്നും പറഞ്ഞ് രവിൻ്റെയും രേവതിയുടെയും കൈ പിടിച്ച് സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളിത് എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഇവരോട് രണ്ടുപേരോടുമല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത്. നിങ്ങൾ എവിടേക്കും പോകണ്ട, നിങ്ങളിവിടെ ഈ വീട്ടിൽ വേണം എന്നും പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അച്ഛനെയും കൂട്ടിയേ ഞങ്ങൾ പോവുള്ളൂ. അച്ഛന് ഇവിടെ ആരും ഒരു വിലയും കൊടുക്കൂല, അത് അച്ഛനും നന്നായിട്ട് അറിയാം എന്ന് സച്ചി പറയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, ഇവനെ വിശ്വസിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണോന്ന്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ നാഴികക്ക് 40 വട്ടം നിങ്ങളുടെ മകൻ എന്ന് പറയാറുണ്ടല്ലോ, പിന്നെ എൻ്റെ മകൻ വിളിച്ചാൽ ഞാൻ പോകണ്ടേ? നിങ്ങളെക്കാളും വിശ്വാസമാണ് എനിക്ക് എൻ്റെ മകനെ എന്ന് തറപ്പിച്ച് പറയാണ് രവി. ആരും പുതിയ ഡ്രസ്സൊന്നും വാങ്ങണ്ട, നമുക്ക് പഴയ ഡ്രസ്സ് തന്നെ കൊണ്ടുപോവാം എന്നും പറഞ്ഞ് രേവതിയോട് പഴയ ഡ്രസ്സ് എടുക്കാൻ പറയാണ് രവി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എൻ്റെ മകൻ രക്ഷിച്ചോളും, ഇവൻ ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാടി കഴിയുക എന്നും ചോദിക്കാണ് ചന്ദ്രയുടെ അടുത്ത്. നമുക്ക് 3 മക്കളുണ്ട്, അതിൽ ഇവൻ പുറത്ത് പോകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. നിനക്ക് ഇവൻ മകൻ അല്ലെങ്കിലും എനിക്കെൻ്റെ പൊന്നു മോനാന്നും പറഞ്ഞിട്ട് സച്ചിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവൻ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും, ഇവൻ ഇല്ലാത്തിടത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നീ സച്ചിയുടെ അടുത്ത് പുറത്ത് പോകാൻ പറഞ്ഞാൽ ഞാനും ഇവിടെ നിന്ന് പോവും. ഇനി നീ പറയും, ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടേ എന്ന് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഈ വീട്ടിൽ എനിക്കൊരു വിലയും ഇല്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എന്ന് പറയാം. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ശേഷം എല്ലാവരോടും അകത്തേക്ക് കയറിപ്പോവാൻ രവി പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്തിനെ കാണിക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ ഇനി വീട്ടിലേക്ക് പോകുന്നില്ല, അവൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ ഒരു ചെറിയൊരു റൂമുണ്ടല്ലോ, അവിടെ താമസിക്കാം എന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാണ്. അത് സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് രേവതി എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രക്ക് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ രവി സ്നേഹത്തോടെ വിളിക്കുകയാണ്, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ എത്തിയില്ലല്ലോ, ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ എത്താത്തത് എന്നൊക്കെ ചോദിച്ച് ശ്രുതിയോട് ദേഷ്യപ്പെടാണ്. ആ സമയത്ത് ശ്രുതി എന്താ പറയണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി അവൾ പെട്ടെന്ന് വോമിറ്റ് ചെയ്യുന്നതായിട്ട് അഭിനയിക്കുകയാണ്. അച്ഛൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി ശ്രുതി ആ സമയത്ത് അഭിനയിച്ചതാണെങ്കിലും ലാസ്റ്റ് ശ്രുതിക്ക് തന്നെ ഒരു പണി കിട്ടാണ്. അപ്പോൾ ചന്ദ്ര വിചാരിക്കാണ് ശ്രുതിക്കും കൂടി ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചന്ദ്ര അത് പറയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. രവി ശ്രുതിൻ്റെ അടുത്ത് പറയാണ്, എത്രയും പെട്ടെന്ന് ശ്രുതിനെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇത് ഞാൻ ഉറപ്പിച്ചു, ഇത് ഞാൻ 3 കുട്ടികളെ പ്രസവിച്ചതല്ലേ, എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ചന്ദ്ര സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിൻ്റെ മുഖമാണെങ്കിൽ ആകെ പണി പാളിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്